ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കണ്ട നല്ല വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള നല്ല മാങ്ങ പെരട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാവർക്കും വീട്ടിലൊക്കെ മാങ്ങയുള്ള സമയമല്ലേ, ഇപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു 3-4 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് ഒരുപാടുണ്ടായിരുന്നു, അപ്പം കുറച്ച് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്നൊന്ന് കേടാവില്ല. അതിന് വേണ്ടിയാണ് ഇങ്ങനെ തയ്യാറാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാനതൊന്ന് നല്ല ഇത്തിരി കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ അതാ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം അതിനെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകി വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് കുഴിവുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെള്ളമെല്ലാം തോർന്നതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ തട്ടി കുടഞ്ഞതിന് ശേഷം അതിന് ഒരു രാത്രിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ ഓണാക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത് കാണാത്തത്. അതിന് ശേഷമാണ് പിന്നീട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കണം. ഒരു ദിവസം നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ വെയിൽ വേണ്ട, ഒരു ഉച്ചയാകുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വയ്ക്കാം. എന്താ അങ്ങനെ ഞാൻ വെയിലത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അതിനായിട്ട് ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്താൽ മതിയാകും. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഒരുപാടൊന്നും പൊടിച്ച് വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം, ഈ ഒരു മാങ്ങയ്ക്ക് മാത്രം വേണ്ടിയുള്ളതാണ് ഞാനിതെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നല്ല രീതിയിലൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനെടുത്ത വീഡിയോസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കടുവൊക്കെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിനായിട്ടുള്ള ആവശ്യമായിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഇത് പിരിയൻ മുളകും അല്ലാത്ത മുളകും കൂടെ ചേർത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മാങ്ങയ്ക്കനുസരിച്ച് മുളക് എടുക്കുക. ഇപ്പം ഞാനൊരു ഏകദേശം ഇത്രത്തോളം മുളക് മാത്രമാണ് എടുത്തേക്കുന്നത്. അതിന് നമുക്കൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് ഒരുപാട് തീയിട്ടൊന്നും വറുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ആ മുളകിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ വറുത്ത് കൊടുക്കണം. അങ്ങനെ മുളകും എല്ലാം ഏകദേശം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം അതിനെ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം കായമാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടക്കായം തന്നെ എടുക്കുക. പൊടിയെക്കാട്ടിയും ഇതേപോലുള്ള കട്ടിയുള്ള കായമാണ് ഏറ്റവും നല്ലത്. നമ്മൾ രസവും സാമ്പാറും പിന്നെ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പം ഇങ്ങനെയുള്ള കായം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററും ടേസ്റ്റും അതാണ്. ഞാനിതേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുമ്പം അത് നല്ല കറക്റ്റ് രീതിയിൽ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ വറുത്തെടുത്തത്. അതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം അതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കായൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചതച്ചൊന്നും എടുക്കേണ്ട, ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞ് വെച്ച് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുന്നതാണ് ആ ഒരു അച്ചാറിന് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ തണുത്ത കടുകും ഉലുവയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ്. അതൊന്ന് പൊടിച്ചതിന് ശേഷം അതേ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളകും കൂടെ പൊടിച്ച് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാങ്ങാപ്പരട്ടാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ നേരത്തെ കായം വറുത്തെടുത്ത അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലല്ല, നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നല്ലെണ്ണ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അധികം കേടാകത്തുമില്ല, പെട്ടെന്നൊന്നും കേടാവില്ല. പുറത്ത് വെച്ചിരുന്നാലും അത് കേടാവാതെ തന്നെ ഇരിക്കും. അപ്പോഴേക്കും നമ്മുടെ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ചൊന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കറിവേപ്പിലയുടെ ഒരു എല്ലാം ഒന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഇതാ ഏകദേശം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. എത്ര ദിവസം ഇരുന്നാലും ഈ ഒരു അച്ചാർ കേടാവില്ല കേട്ടോ. നമ്മൾ ഇതിനകത്തിൽ ഒട്ടും തന്നെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഒരുപാട് ദിവസം ഇരുന്നാലും കേടാവില്ല. ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. ഈ ഒരു അച്ചാറിന് രുചി ഒരുപാട് വ്യത്യാസമാണ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അരപ്പൊക്കെ ഒന്ന് ഇത്തിരി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം അച്ചാർ പൊടി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അച്ചാർ പൊടി ഇടാതെ നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ഉണങ്ങാനൊക്കെ വെച്ചതെല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും, ഇത്രയും ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് ആ മാങ്ങയെ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം, അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയാന്ന് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരുപാട് ദിവസം കേടാകാതെ ഇരിക്കും, ഞാൻ ഉറപ്പ് തരുകയാണ്. അപ്പോൾ മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആ മാങ്ങയിൽ ഈ ഒരു അരപ്പൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ കടുമാങ്ങ അച്ചാറൊക്കെ ഇടുന്നതിനെക്കാട്ടിയും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിതുണ്ടാക്കിയത്. അത് തന്നെയല്ല, ഇത് ഒരുപാട് ദിവസം ഇരുന്നാലും കേടാവത്തില്ല, അതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പം ഒരുപാട് മാങ്ങ കിട്ടിയ സമയമായതുകൊണ്ടാണ് ഞാനിങ്ങനെ തയ്യാറാക്കി നോക്കിയത്. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ഉള്ള പൊടിച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കായവും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ. കായം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും, എന്നാലും അരപ്പിലൊക്കെ ഉപ്പൊക്കെ ആയി കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കണം. ഇപ്പം ഞാൻ തീയൊന്നും ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അതിന് ശേഷം കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അല്പം നേരവും കൂടെ ആ ചെറിയ തീയിലിരുന്ന് മിക്സായി കിട്ടട്ടെ. നമ്മൾ അച്ചാറൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്ലാസിൻ്റെ ജാറിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ നമുക്കതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഭരണിയാണ് എടുത്തേക്കുന്നത്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ തലേദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു മാങ്ങ അരപ്പൊക്കെ പിടിച്ച് കിട്ടിയതുണ്ട്. ഇതേ രീതിയിൽ ചെയ്താൽ മതിയാകും. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല നാടൻ രീതിയിലുള്ള മാങ്ങാപ്പെരട്ട് റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.